പകരക്കാരനെ തേടി രാഹുലും കോൺഗ്രസും. തെരഞ്ഞെടുപ്പ് അടുക്കാറായതോടെ നിർണായകമായ ചർച്ചകളിലേക്കാണ് പാർട്ടി കടക്കുന്നത്. ഭാരത് ജോഡോ യാത്ര ഹിന്ദി ഹൃദയഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ തന്നെ മറുഭാഗത്ത് സീറ്റ് ചർച്ചകളും പുരോഗമിക്കുകയാണ്. അവിടെയാണ് രാഹുലിന് പകരക്കാരനായി വയനാട്ടിൽ ആര് എന്ന സജീവ ചർച്ചയും പുരോഗമിക്കുന്നത്. എന്നാൽ ഒരു പേരിലേക്ക് മാത്രം ഒതുക്കാൻ സാധിക്കില്ല. അതായത് രാഹുൽ വയനാട് മത്സരിക്കരുത് എന്ന നിലപാടാണ് ഇന്ത്യ സഖ്യത്തിൽ നിന്നുകൊണ്ട് CPI എടുക്കുന്നത്. അത് ബിനോയ് വിശ്വം വ്യക്തമാക്കുക കൂടി ചെയ്തപ്പോൾ രാഹുൽ വയനാട്ടിലേക്ക് വരുന്നത് മുന്നണിയിൽ അസ്വാരസ്യങ്ങൾക്ക് കാരണമായേക്കും. ഹിന്ദി ഹൃദയഭൂമിയിൽ രാഹുൽ മത്സരിച്ചില്ലെങ്കിൽ BJP അത് രാഷ്ട്രീയ ആയുധമാക്കുകയും ചെയ്യുമെന്നത് ഉറപ്പാണ്. കാര്യങ്ങൾ പിന്നെയും കോൺഗ്രസിന് സങ്കീർണമാവും എന്നുള്ളതുകൊണ്ട് കൂട്ടിയും കുറച്ചുമൊക്കെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. അതുകൊണ്ടുകൂടിയാണ് വയനാട്ടിലേക്ക് രാഹുൽ ഇത്തവണ വരാനുള്ള സാധ്യതകൾ മങ്ങുന്നതും. എന്നാൽ അതേസമയം അമേഠി രാഹുലിന് ഇപ്പോഴും സുരക്ഷിതമാണെന്ന് പറയാനും പറ്റില്ല. എന്നിരുന്നാലും അമേഠി രാഹുലിനെ സ്വീകരിച്ച ചരിത്രവും അവിടെ ഉണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ മുന്നിൽ ഉള്ളതുകൊണ്ട് തന്നെ വയനാട്ടിൽ മാത്രമായി രാഹുലിനെ ഒതുക്കില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ വരുമ്പോൾ വയനാട്ടിലേക്ക് നേതൃത്വത്തിന് മറ്റൊരാളെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതാര് എന്നാണ് ഇപ്പോൾ ചില കോണുകളിൽ നിന്നും ഉയരുന്ന ചോദ്യം. അവിടെ നിരവധി പേരുകളാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. AICC ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള പകരക്കാരുടെ പേരുകളാണ് ഇപ്പോൾ കേൾക്കാനാവുന്നത്. അതായത് മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ KC വേണുഗോപാൽ ലോക്സഭയിലേക്ക് മത്സരിക്കാൻ തീരുമാനിച്ചാൽ രാഹുലിന് പകരം മറ്റൊരാളെ കോൺഗ്രസ് ആലോചിച്ചേക്കില്ല. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാ MP ആണ് KC വേണുഗോപാൽ. ഭരണം നഷ്ടമായ സ്ഥിതിക്ക് MP സ്ഥാനം രാജിവെക്കാൻ ഒരുപക്ഷെ KC വേണുഗോപാൽ തയ്യാറായേക്കില്ല. അങ്ങനെയാകുമ്പോൾ വടകരയിൽ K മുരളീധരൻ തുടർന്നാൽ മുൻ കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ ചിലപ്പോൾ വയനാട്ടിൽ നറുക്കു വീണേക്കും. മൂന്നാം സീറ്റിനായി ലീഗ് മുറവിളി കൂട്ടുമ്പോൾ നഷ്ടപ്പെടുന്നത് വടകരയോ വയനാടോ എന്ന ആശങ്ക നേതാക്കൾക്കുണ്ട്. മണ്ഡലത്തിൻ്റെയും പാർട്ടിയുടെയും സാമുദായിക പരിഗണനകൾ വെച്ച് MM ഹസനും ആര്യാടൻ ഷൗക്കത്തിനും വയനാട്ടിൽ അവകാശവാദമുണ്ടെന്നിരിക്കെ രാഹുൽ പിന്മാറിയാൽ സ്ഥാനാർത്ഥി ചർച്ച അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് കടക്കും. രാഹുൽ എന്തായാലും ഇന്ത്യ മുന്നണിയുടെ കൈകളിലെത്തിക്കാനായി യാത്ര തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അതിനുശേഷമേ മറ്റു കാര്യങ്ങളെക്കുറിച്ചുള്ള തീരുമാനവും തീർപ്പും ഉണ്ടാവുകയുള്ളൂ.